രാജ്യം സങ്കീർണ സാഹചര്യത്തിലൂടെ കടന്നുപോകുമ്പോൾ തീവ്രവാദി ആക്രമണത്തെ മുൻനിർത്തി രാഷ്ട്രീയ വിവാദവും ശക്തമാവുകയാണ്. പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരിനും മൌനമെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് നടത്തുന്ന കടുത്ത വിമർശനം പാക് രാഷ്ട്രീയ നേതാക്കളും ഏറ്റെടുത്തു. പാകിസ്ഥാൻ ഏജന്റായി കോൺഗ്രസ് മാറിയെന്നാണ് ബിജെപി നൽകിയ മറുപടി. തീവ്രവാദത്തെ ചെറുക്കാൻ സർക്കാരിനൊപ്പമാണെന്ന് പറയുമ്പോഴും കോൺഗ്രസ് കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിക്കുകയാണ്. പ്രധാനമന്ത്രിക്ക് മൌനമെന്ന പ്രചരണത്തിന് തലയില്ലാത്ത പ്രധാനമന്ത്രിയുടെ ചിത്രമാണ് സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്. അതിർത്തിയിൽ നിന്നും 200 കിലോമീറ്റർ അകലെയുള്ള പെഹൽഗാമിലേക്ക് ദിവസങ്ങൾക്ക് മുമ്പേ ആയുധങ്ങളുമായി തീവ്രവാദികൾ എങ്ങനെയെത്തി? പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രതികരിക്കണം. സമൂഹമാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട വീഡിയോയിലൂടെ കോൺഗ്രസ് ചോദിക്കുന്നു, How did heavily armed terrorists cross the border? How did they travel 200 kilometers inside our territory? How did such a massive intelligence failure happen? Why was there no security where thousands of tourists had gathered? പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാക്കളും കോൺഗ്രസിന്റെ വിമർശനം ഇന്ത്യക്കെതിരെ ആയുധമാക്കുന്നു. മോഡി സർക്കാരിന്റെ സുരക്ഷാ വീഴ്ചയ്ക്ക് പാകിസ്ഥാനെ ബലിയാടാക്കുന്നുവെന്ന് ആരോപിച്ച് പാക് മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭുട്ടോ രംഗത്ത് വന്നു. Pakistan is sick and tired of the Modi government scapegoating Pakistan for every single security failure within India and then within the Indian context, him scapegoating the Muslims of Kashmir and Muslims elsewhere for his own internal problem. ഇതിനിടെ പ്രത്യേക പാർലമെന്റ് സമ്മേളനം ചേരണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്തു വന്നു. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും നൽകിയ കത്തിനോട് സർക്കാർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.